ഗുഡ്വിൽ പാചകത്തിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയാലോ. ഇന്നത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഗോബി വെച്ചൊരു ഗോബി 65 ആണ്. അതെങ്ങനെ നമ്മൾ എളുപ്പത്തിൽ വീടുകളിൽ തയ്യാറാക്കാൻ നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഗോബി 65 വേണ്ടിയിട്ട് നമ്മൾ ഗോബി ജസ്റ്റ് ഒന്ന് ഹാഫ് കുക്കഡ് ആക്കിയിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് കുക്കഡ് ആക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അകത്ത് ചിലപ്പോൾ കുക്കാവാൻ പാടുണ്ട് ഡയറക്റ്റ് കുക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹാഫ് കുക്ക് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുവാണെങ്കിൽ നല്ലൊരു കടിക്കാൻ നേരത്ത് നല്ലൊരു ജ്യൂസിയും നല്ലൊരു ക്രിസ്മസും തോന്നും. അതുകൊണ്ടാണ് നമ്മൾ ഗോബി നമ്മൾ ഹാഫ് ബോയിൽ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു 4-5-10 പീസോളത്തോളം ഗോബി നമ്മൾ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗോബി 65 കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാറ്റർ അടിക്കാൻ വേണ്ടിയിട്ട് അതായത് കോൺഫ്ലോർ, മൈദ, റൈസ് പൗഡർ, ഇത് 3 ഐറ്റമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ മുട്ടയുടെ വൈറ്റും യോക്കും കൂടി ചേർത്താണ് നമ്മൾ ഗോബി 65 തയ്യാറാക്കുന്നത്. അപ്പോൾ ഗോബി 65 വേണ്ടി നമ്മളൊരു 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ജസ്റ്റ് ഒന്ന് പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ തൈര് ചേർക്കുന്നില്ല, നമ്മൾ നാരങ്ങ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു നാരങ്ങ ഹാഫ് കട്ട് ചെയ്ത് മുഴുത്ത നാരങ്ങയാണ് അപ്പോൾ നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അടുത്തായി ഇടാൻ പോകുന്നതാണ് പെരിഞ്ജീരകം. നിങ്ങൾക്ക് പെരിഞ്ജീരകം പൊടിച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിത് പെരിഞ്ജീരകം ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സീഡായിട്ട് ഇടുന്നത്. അതിലൂടെ നമ്മൾ ക്രഷ്ഡ് ചില്ലി, ഇതൊരു വെറൈറ്റിയാണ്, നല്ല എരിവിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. പിന്നെ ചോപ്പഡ് കറിവേപ്പില, അതിലൂടെ നമ്മളൊരു മുട്ടയുടെ ചേർക്കുകയാണ്. ഇപ്പോൾ ഫുള്ളായിട്ട് ചേർക്കുകയാണ്. വൈറ്റും യോക്കും കൂടി ആണ് നമ്മൾ ചേർക്കുന്നത്. ഇനി അടുത്തതായിട്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ കാശ്മീർ ചില്ലി പൊടി കളറിന്, മഞ്ഞൾപ്പൊടി, ലേശം മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇഷ്ടമുള്ളവർക്ക് ഗരം മസാല ആഡ് ചെയ്യാം. നമ്മൾ ഇച്ചിരി ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എരിവിന് നമ്മുടെ ബ്ലാക്ക് പെപ്പർ 1 സ്പൂൺ. അത്തേക്ക് ബാറ്ററിന് വേണ്ടിയിട്ട് നമ്മളൊരു 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലൂടെ ലേശം ഒരു 1.5 ടീസ്പൂൺ റൈസ് പൗഡർ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ജസ്റ്റ് ഒന്ന് നമുക്ക് ലൈറ്റായിട്ട് വെള്ളം ഒഴിച്ച് പിന്നെ മിക്സ് ചെയ്ത് ഒരു ഫോർക്ക് വെച്ച് ഇവനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇവനെ ഒരു ഒത്തിരി ലൂസ് ആവാനും പാടില്ല. കളറ് വേണമെങ്കിൽ ഇച്ചിരി കാശ്മീർ ചില്ലിപ്പൊടിയുടെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗോബീനെ ഒരു 5 മിനിറ്റ് ഇതിനകത്തിട്ട് ബാറ്ററിലിട്ട് സെറ്റാക്കി വയ്ക്കാം. നല്ല പാകത്തിനാണ് നമ്മുടെ ബാറ്റർ റെഡി ആയിരിക്കുന്നത്. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇന്ന് ഹാഫ് കുക്ക് ചെയ്ത കാരണം പെട്ടെന്ന് ആയിക്കോളും. ജസ്റ്റ് ഒന്ന് മാവൊന്ന് ഫ്രൈ ചെയ്താൽ മാത്രം മതി, ഒത്തിരി സമയം എടുക്കേണ്ട വരികയില്ല. നമ്മൾ നാച്ചുറൽ രീതി വറുത്ത കാരണം നമ്മൾ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മുടെ സാധാ മസാല ഇട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഭംഗിക്കുറവ് ആരും ശ്രദ്ധിക്കേണ്ട. നമ്മുടെ നാച്ചുറൽ മസാലയാണ്, കളറുകളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഗോബി 65 നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഒന്ന് മുരിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മുടെ 65 നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയേക്കാം. നമ്മുടെ 65 ഗോബി 65 റെഡി ആയിട്ടുണ്ട്. നല്ല മുരിഞ്ഞ് നല്ല ക്രഞ്ചി ആയിട്ട് അടിച്ച് തിന്നാൻ പാകത്തിന് സെറ്റപ്പായിട്ടുണ്ട്. നിങ്ങൾ വീടുകളിൽ പോയി ഉറപ്പായിട്ട് ട്രൈ ചെയ്യണം. നല്ല സ്പെഷ്യൽ മസാല ഇട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ചൂട് കാരണം പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ വീടുകളിൽ പോയിട്ട് ഇത് പരീക്ഷിക്കണം, കമൻറ്റ് രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത പുതിയൊരു ഐറ്റമായി വീണ്ടും കാണാം.